ഞാനും ഇപ്പോൾ നിൽക്കുന്നത് ബാലമ്പുള്ള സിറ്റിയിലാണ്. സിറ്റി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ ഏതോ സിറ്റിയാണെന്ന്. അങ്ങനെയുള്ള സിറ്റിയൊന്നുമല്ല ഇത്. ഇത് തൊടുപുഴയ്ക്കടുത്തുള്ള ഒരു മലയോര ഗ്രാമം. ഇവിടെ സംവിധായകൻ ലാൽ ജോസും സിന്ധുരാജും ഗോകുൽദാസും ചേർന്നൊരുക്കിയ ഒരു സിറ്റി, ബാലമ്പുള്ള സിറ്റി. ഈ സിറ്റിയിൽ ഒരുപാട് വെടിക്കെട്ട് കഥാപാത്രങ്ങളുണ്ട്. അവരൊരുക്കുന്ന രസകരമായ സന്ദർഭങ്ങളാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത്. ബാലമ്പുള്ള സിറ്റി എന്ന പേരിൻ്റെ ഉടമസ്ഥാവകാശം ബാലമ്പിള്ളയ്ക്കാണ്. ലോകത്ത് സ്വന്തമായി സിറ്റിയുള്ള ഒരേ ഒരാളാണ് ബാലമ്പിള്ള. 19 വർഷം മുമ്പ് ഭാര്യയായിട്ട് ഈ ഗ്രാമത്തിൽ വന്ന് ബസ്സിറങ്ങുമ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് ബാലമ്പിള്ളയും ഭാര്യയും തെക്കും വടക്കും നടന്നു. അവസാനം കൃഷി ചെയ്യാൻ വന്ന ബാലമ്പിള്ള അവിടെ ഒരു ചായക്കട തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ബാലമ്പിള്ള ടീ സ്റ്റാൾ ഉണ്ടാകുന്നത്. അന്ന് ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ കള്ളുകുടിയനും വാറ്റുകാരനുമായിരുന്നു പൂക്കുല വർക്കി എൽസമ്മയുടെ അപ്പനാണ്. കള്ളുകുടിയുടെ ദിവ്യമുഹൂർത്തങ്ങളിൽ ഉണ്ടായ അതീന്ദ്രിയ ജ്ഞാനങ്ങളിൽ നിന്നും വർക്കിക്കൊരു കാര്യം മനസ്സിലായി: ഈ ഗ്രാമം ഒരിക്കലും ഒരു സിറ്റിയാവില്ല. ആ ബോധത്തിൽ നിന്നാണ് ബാലമ്പിള്ള ടീ സ്റ്റാളിൻ്റെ താഴെ കരിക്കട്ട കൊണ്ട് ബാലമ്പിള്ള സിറ്റി എന്ന പൂക്കുല വർക്കി എഴുതി വെച്ചത്. അങ്ങനെ ബാലമ്പിള്ള സിറ്റി ഉണ്ടായി. ബാലമ്പിള്ള സിറ്റിയെ ഉണർത്തുന്നത് എൽസമ്മയും പാലുണ്ണിയും ചേർന്നാണ്, പത്രക്കാരിയും പാൽക്കാരനും. അവർക്ക് പുറമെ ബാലമ്പിള്ള സിറ്റിയിൽ വേറെ ഒരുപാട് മനുഷ്യരുണ്ട്. ചായക്കടക്കാരൻ ബാലമ്പിള്ള, ബ്രോക്കർ മണവാളൻ തോമാച്ചൻ, പഞ്ചായത്ത് മെമ്പർ രമണൻ, ഷാപ്പ് കോൺട്രാക്ടർ കരിപ്പള്ളി സൂണൻ, കുന്നേൽ പാപ്പൻ, എൽസമ്മയുടെ അമ്മ മറിയ, എൽസമ്മയുടെ സഹോദരിമാർ. സ്നേഹിച്ചും കലഹിച്ചും കൊണ്ടും കൊടുത്തും കഴിയുന്ന ഈ മനുഷ്യരുടെ ഇടയിലേക്ക് പുതിയ 2 ആളുകൾ വന്നിറങ്ങുകയാണ്. അവരെ പിന്തുടർന്ന് വേറെ 3 പേർ. ഇത് ബാലമ്പിള്ള സിറ്റിയിലെ ജൈവ വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ് പിന്നീട് നമ്മൾ കാണാൻ പോകുന്നത്.